വിവാഹം എന്ന് കേൾക്കുമ്പോൾ തന്നെയുള്ള ഒരു കൺഫ്യൂഷനാണ് അല്ലേ ഇതിനുള്ള സ്കിൻ കെയർ പ്രിപ്പറേഷൻ എപ്പോൾ തുടങ്ങണം എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഹായ്, ഐം ഡോക്ടർ നാദിയ, എസ്തെറ്റിക് ഫിസിഷ്യൻ, ഡോക്ടർ നാദിയസ് കോസ്മെറ്റോളജി, കാലിക്കറ്റ്. വെഡ്ഡിംഗ് പ്രിപ്പറേഷനിൽ 6 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്യേണ്ടവയാണ് ഹെയർ റിമൂവൽ ലേസർ, നമുക്ക് മുഖത്ത് കുഴികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പിമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രൈവറ്റ് ഏരിയ വൈറ്റനിങ് ട്രീറ്റ്മെന്റ് തുടങ്ങിയവ. അധികം പ്രോബ്ലമാറ്റിക് അല്ലാത്ത സ്കിന്നുള്ള ആളുകൾക്ക് 3 months ബിഫോർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. എസ്പെഷ്യലി നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്ത് കൊണ്ടിരിക്കുക. ഫൈനലി നമ്മൾ ചെയ്യുന്നൊരു ഹൈഡ്രാഫേഷ്യലിന് മുന്നോടിയായിട്ട് 2-3 സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെന്റ്, സ്കിൻ ടോണിങ് ട്രീറ്റ്മെന്റ്, ലേസർ ടോണിങ് തുടങ്ങിയവ ട്രീറ്റ്മെന്റ്സ്, അണ്ടർ ഐക്കുള്ള ട്രീറ്റ്മെന്റ്, മൈക്രോ നീഡ്ലിംഗ് എന്നിവ 3 months ബിഫോർ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു ട്രീറ്റ്മെന്റ്സും ചെയ്യാത്ത ആളാണെങ്കിൽ 1 month ബിഫോർ ആയിട്ട് സ്കിൻ പ്രെപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം 4 ദിവസം ബിഫോർ ആയിട്ട് നമ്മളൊരു ഹൈഡ്രാ ഫേഷ്യൽ, ഓക്സിജനിയോ ഫേഷ്യൽ തുടങ്ങിയ ഫേഷ്യൽസും ചെയ്യാവുന്നവയാണ്. ബ്രൈഡ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിവാഹത്തോടടുത്ത് പുതിയ പ്രോഡക്ട്സ് ഒന്നും തന്നെ ട്രൈ ചെയ്യാതിരിക്കുക. കൂടാതെ നമ്മൾ ഫേസ് ഷേവ് ചെയ്യുക, വാക്സ് ചെയ്യുക തുടങ്ങിയവയും നമ്മൾ ഒഴിവാക്കണം. ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഇല്ല.